എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ അൺബോക്സിംഗ് വീഡിയോ. ആൻഡ് വീണ്ടും നമ്മൾ വന്നേക്കുന്ന ഒരു കൺട്രോളർ അൺബോക്സിങ്ങിനായിട്ടാണ്. കുറച്ചധികം നാൾ മുമ്പ് നമ്മൾ ഈ ഒരു സാധനങ്ങൾ ഈ ഒരു സാധനങ്ങളും നമ്മുടെ ഈ ഒരു ഗോസ്റ്റ് ഓഫ് യോട്ടയുടെ മാസ്കും കൂടെ പെയിൻറ്റ് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോസ്റ്റ് ഓഫ് യോട്ടേൻ്റെ കൺട്രോളറും കൂടെ മേടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഷോക്കേസ് ആയിട്ട് വെക്കാനായിട്ട് പ്ലാൻ ഉണ്ടെന്ന്. ആ കാരണം കൊണ്ട് തന്നെ ഞാൻ ഇത്തവണ നാട് വിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നാട് വിട്ട് പോയായിരുന്നു. ആൻഡ് തിരിച്ചു വന്നപ്പോഴത്തേക്കും വന്നത് ഈ ഒരു ഐറ്റം കൊണ്ടാണ്. ദിസ് ഈസ് ദ ഗോസ്റ്റ് ഓഫ് യോട്ടേൻ്റെ ദ ഗോൾഡൻ എഡിഷൻ ആണ്. ഇതിൻ്റെ ബ്ലാക്ക് എഡിഷൻ എനിക്കൊന്ന് വെബ്സൈറ്റിൽ നിന്ന് എക്സ്ക്ലൂസീവായിട്ട് മാത്രം മേടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നോക്കിയില്ല, കാരണം എൻ്റെ ഇവിടെ ഒരു കൊട്ട ബ്ലാക്ക് കൺട്രോളേഴ്സാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളർ ആയതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് തന്നെ മേടിക്കാമെന്ന് വെച്ചത്. രണ്ടും കൂടെ മേടിക്കണമെന്ന് ഓർത്താൽ പിന്നെ ഐ വാസ് ലൈക്ക് എന്തിനാ വെറുതെ ഒരെണ്ണം മതി. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കൺട്രോളർ. ഓക്കെ, നമുക്ക് എന്നാണെങ്കിലും നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഇതുണ്ടോ മാസ്ക് ഇവിടെ ഇരിക്കണുണ്ടോ? മാസ്ക് ഇവിടെ ഇരിക്കുന്നതാണ് എൻ്റേതായിട്ടുള്ള ഒരു ഗുമ്മ്. ഓക്കെ, അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ കൺട്രോളേഴ്സിൻ്റെ അൺബോക്സിങ്ങിൽ പ്രത്യേകിച്ച് ഭയങ്കര വലിയ സംഭവം എന്ന് പറയാനും മാത്രമൊന്നും ഉണ്ടാകത്തില്ല. പണ്ടത്തെ ഞാനുണ്ടല്ലോ ഈ കൺട്രോളേഴ്സ് പോകുന്ന ടൈമിലെല്ലാം കൊണ്ട് ഞാൻ പൊതിഞ്ഞ് വെച്ചപ്പോഴാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തത്. പണ്ട് അവർ ഇതിൻ്റെ കൺട്രോളറിൻ്റെ പെട്ടിയുടെ അകത്ത് കൺട്രോളർ ഇടാനായിട്ട് വേറൊരു എക്സ്ട്രാ ബോക്സും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ ഒരു ട്രേ പോലത്തെ ഒരു സാധനത്തിൻ്റെ അകത്തേക്കാണ് കൺട്രോളർ വെച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്നുള്ള അനുസരിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനും ബോക്സ് ഉണ്ട്. വേഗോ ഇതിനൊരു ബോക്സ് ഉണ്ട്. മറ്റൊരു ബോക്സ് ഇല്ല. ഞാൻ മേടിച്ചേക്കുന്ന ഒരു 4 കൺട്രോളറിനെ ബോക്സ് സംഭവം ഇല്ല. വേഗോ കണ്ടോ, ഈ ഒരു ബോക്സ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സംഭവം എനിക്ക് 2 കൺട്രോളേഴ്സിൻ്റെ അകത്തേ ഉള്ളൂ ബോക്സ് സംഭവം. വീണ്ടും എപ്പോഴത്തേം പോലെ തന്നെ ആർക്കും വേണ്ടാത്തൊരു പുസ്തകം, കൺട്രോളർ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളതിൻ്റെ. ആൻഡ് ഇത് കണ്ടോ, നമ്മുടെ ഗോസ്റ്റ് സീരീസിൻ്റെ സ്റ്റൈലിൽ തന്നെ പ്ലേ സ്റ്റേഷൻ്റെ ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ ആൻഡ് എക്സ് ഇതിൻ്റെ റൈറ്റ് പിടിയുടെ ബാക്കിലാണ് ഇരിക്കുന്നത്. വേറെ ഒരു കൺട്രോളേഴ്സിന് ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ദിസ് ഇസ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നേരെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴത്തേം പോലെ തന്നെ ഇത് ഏത് ഫ്രാഞ്ചൈസിൽ നിന്ന് വന്നിരിക്കുന്ന കൺട്രോളറാണെന്ന് ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. ഗോസ്റ്റ് ഓഫ് യോട്ടെ എന്ന് എഴുതിയിട്ട്. ഇതെല്ലാം കണ്ടോ, ഈ സാധനം ആക്ച്വലി കുഴിയ. ഇത് ചുമ്മാ പടവോ സാധനമോ അല്ല, ഇത് ആക്ച്വലി ഒരു ഇൻഡൻ്റ് ആണ്. ഇതെല്ലാം കൺട്രോളറിൽ വെട്ടിയേക്കുന്ന അത് കണ്ടോ, കുഴിയത്. അത് കൊള്ളാം. ഓക്കെ, ആൻഡ് നമ്മുടെ ട്രിഗറിൻ്റെതെല്ലാം നമ്മുടെ ഐ തിങ്ക് ഈ 30th ആനിവേഴ്സറിയുടെ കുറച്ചും കൂടെ ഡാർക്കറാണ്. ഈ ഒരു കളറിലുള്ളത് വേറൊരു കൺട്രോളറും ഇല്ല. ആക്ച്വലി ഈ ഒരു ട്രിഗർ കളറുള്ള എൻ്റെ കയ്യിൽ വേറെ കൺട്രോളേഴ്സ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദിസ് ഇസ് ലൈക്ക് ലൈറ്റ് ഗ്രേ. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും വെരി ഷൈനി ഗോൾഡ്. ആൻഡ് ഇവിടെ മറ്റതുപോലെ തന്നെ ഈ ഇതെല്ലാം ആക്ച്വലി വെട്ടുകളാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ കൺട്രോളർ. ദാറ്റ് ലുക്സ് നൈസ്. അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് ഗോൾഡ് കൺട്രോളറാണ്. എനിക്ക് ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്ലേറ്റും കൂടെ വേറെ എന്തെങ്കിലും ഒരു കളർ ആയിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ബിറ്റ് ബെറ്റർ. പക്ഷേ ദിസ് ഇസ് ഫൈൻ, ദിസ് ഇസ് നോട്ട് ബാഡ്. അപ്പം നമ്മൾ ഗോഡ് ഓഫ് വാറിൻ്റെ കൺട്രോളറിൻ്റെ സ്റ്റാൻഡ് ഞാൻ പ്രിൻറ്റ് ചെയ്ത് അടിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിന് നമുക്കൊരു കസ്റ്റം കൺട്രോളർ അടിക്കാനായിട്ടുണ്ട്. ആൻഡ് ഷോക്കേസ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാസ്കിൻ്റെ കൂടെ കണ്ടോ, ഇത് ആക്ച്വലി നല്ല കോംബോ ആണ്. ദ മാസ്ക് പ്ലസ് ദ കൺട്രോളർ. യെസ്, there we go. കണ്ടോ, നൈസ് അല്ലേ? അതങ്ങനെ ലൈക്ക് ഷോക്കേസിൽ വെക്കാനായിട്ട് ആക്ച്വലി ഞാൻ ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഷോക്കേസിൽ വെക്കത്തുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ ഷോക്കേസിൽ വെക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും. കൊള്ളാം. അപ്പോൾ എന്താണെങ്കിലും ഇതായിരുന്നു ഈ ഒരു കൺട്രോളറിൻ്റെ അൺബോക്സിങ്. നമ്മൾ എല്ലാ കൺട്രോളറും മേടിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്നാണ് അൺബോക്സിങ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കൂടെ ചെയ്തത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാനുണ്ട്. വഴിയെ ഞാൻ 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് ഇവിടെ വീഡിയോ ഇടാനായിട്ട് ഞാൻ സെറ്റാക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.